ഹലോ ജാഫർ ഖാൻ എന്ന് പറഞ്ഞ ആളല്ലേ? അതെ, ആരാ? എന്റെ പേര് മുസ്തഫ എന്നാണ്. ഞാൻ ഇവിടെ വിസിറ്റിങ്ങിലാണ്. പണിയൊന്നും ശരിയായിട്ടില്ല. നിങ്ങളെ ചെറിയൊരു സഹായം വേണ്ടിയിരുന്നു. എന്താണ് നിങ്ങൾ എവിടുന്നാ വിളിക്കണേ? ഞാനിവിടെ ദുബായ് അൽക്കൂസിലെ അൽക്കൽ മാളിന്റെ അടുത്താണ് താമസം. റൂമിന്റെ റെന്റ് കൊടുക്കാനും ഭക്ഷണം കഴിക്കാനൊന്നും പൈസ ഇല്ല. ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ ഒരു 1000 ദിർഹംസ് ഒന്ന് സഹായിക്കുമോ? നിങ്ങൾ കാര്യം ചെയ്യേ, നിങ്ങൾ ഉച്ചക്ക് ഒരു 1 മണിയാകുമ്പോൾ അൽഖൈൽ മാളിൽ വരി, ഞാൻ അവിടെ ഉണ്ടാവും. എനിക്ക് ഇവിടെ അങ്ങനെ പരിചയക്കാരൊന്നുമില്ല. നിങ്ങളെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. കൈവിടൂലെന്ന് കണ്ടപ്പോ ഒന്ന് വിളിച്ചു നോക്കിയതാ. ഒരു 1000 ദിർഹംസ് കിട്ടിയാൽ മതി. ഒരു കാര്യം ചെയ്യാം, ഈ ലൈഫ് ടൈം റെസ്റ്റോറൻറ്റ് എൻ്റെ ഒരു പരിചയക്കാരൻ്റെയാണ്. നിങ്ങൾക്കുള്ള ഭക്ഷണം ഞാൻ അവിടെ അറേഞ്ച് ചെയ്യാം. വരി അബുട്ടിയാക്ക, ഇവർക്കൊരു ജോലി ശരിയാവുന്നത് വരെ 3 നേരത്തെ ഭക്ഷണങ്ങൾ ഇവിടുന്ന് ഒന്ന് കൊടുക്കണം. നമ്മളടുത്ത് മെസ്സിന്റെ പാക്കേജ് ഉണ്ട്, അതിന്റെ മെനു ആണിത്. ഇപ്പൊ അതല്ല സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അവരെന്താണ് ആവശ്യപ്പെടുന്നത് അത് കൊടുത്താളി. അതിന്റെ ബില്ല് എത്രയാണെങ്കിലും ഞാൻ പേ ചെയ്തോളാം. ഓക്കെ, ഞാൻ പറഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പൊ എന്താ കഴിക്കാനുള്ളത്? ഫിഷ് ഫ്രൈ അടങ്ങിയ മീൽസ് സെറ്റ് ഉണ്ട്, ചട്ടിച്ചോറുണ്ട്, പൊതിച്ചോറുണ്ട്, പിന്നെ മലബാർ ദം ബിരിയാണി, പൊതി ബിരിയാണി, ഗീ റൈസ്, ചിക്കൻ, ബീഫ് കോംബോ ഒക്കെ ഉണ്ട്. വേറെ സ്പെഷ്യൽ ആയിട്ട് എന്താ ഉള്ളത്? സ്പെഷ്യലായിട്ട് ചിക്കൻ ചാർക്കോൾ സെറ്റ്, ഫിഷ് ഗ്രില്ല്, പിന്നെ എല്ലാത്തരം ജ്യൂസ്, അവിൽ മിൽക്ക്, ഫ്രൂട്ട് സലാഡ്, ഫലൂദ, അങ്ങനെ എല്ലാം ഉണ്ട്. എന്നാ ഇപ്പൊ ഒരു ചട്ടിച്ചോറ് എടുത്തോളി. ഓക്കെ. ആ അഫ്രീദ്, എവിടേക്കാ തിരക്കിട്ട് പോണ്? ഞാനേ എൻ്റെ ഒരു കൂട്ടുകാരൻ കുറച്ച് കാലായി ഒരു 1000 ദിർഹംസ് കടം വാങ്ങിയിട്ട് മുങ്ങി കിടക്കുന്നു. ആൾക്കേ നല്ല പണി ശമ്പളമൊക്കെ ഉണ്ട്, പക്ഷെ പൈസ അങ്ങോട്ട് കിട്ടി പോരില്ല. പക്ക ഉടായിപ്പ. പിന്നെ രാവിലെ വരുവാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൽ എന്താണുള്ളത്? ബ്രേക്ക്ഫാസ്റ്റിൽ പൊറാട്ട, ചപ്പാത്തി, ഇടിയപ്പം, പുട്ട്, വെള്ളപ്പം, ദോശ, ഇതിലൊക്കെ കോംബോ ഓഫർ ഉണ്ട്. പിന്നെ അയില മുളകിട്ടതും പൊറാട്ടയും ചായ അടക്കം 10 ദിർഹംസിനാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഇന്ന് ഞാൻ വിളിച്ചപ്പോ ഇവിടെ വന്ന പൈസ തരാന്ന ആള് പറഞ്ഞിട്ടില്ല. ഇതാ ആയിരുന്നു ഫുഡ് കഴിക്കുന്ന ആള്. ഓൻക്ക് എവിടെ പണി എന്നാ പറഞ്ഞ്? അവനക്ക് ഇവിടെ ഒരു കമ്പനിന്റെ സെയിൽസിലാണ് പണി. എന്നാ ശരി. ആ, എങ്ങനെയുണ്ട് ഫുഡ്? നല്ല ടേസ്റ്റ് ഉള്ള അടിപൊളി ഫുഡാ. ആണല്ലേ? നിങ്ങളൊന്ന് പുറത്തേക്ക് വരി. നിങ്ങൾ ആ ഭക്ഷണം കഴിക്കുന്നിടത്ത് വന്ന് കോളറിനെ പിടിച്ച് ഡീപ്പിക്കാത്തതേ എന്റെ മര്യാദ എന്ന് കൂട്ടിക്കോളി. ഇപ്പൊ നിങ്ങൾ കാണിച്ച ഈ പ്രവൃത്തി ഉണ്ടല്ലോ, അർഹതപ്പെട്ടവരുടെ അവകാശങ്ങൾ തട്ടിയെടുക്കാൻ കാണിച്ച ഈ മിടുക്ക്, യഥാർത്ഥ ആവശ്യക്കാരിലേക്ക് സഹായങ്ങൾ എത്താത്തതും സഹായിക്കാൻ ആളുകൾ മടിക്കണതൊക്കെ നിങ്ങളെപ്പോലുള്ളവരെ ഈ മിടുക്കൊണ്ട് തന്നെയാണ്. ഒന്നിനും കാലം കണക്ക് ചോദിക്കാതെ കടന്നു പോയിട്ടില്ല. ഒന്ന് ചിന്തിച്ചാൽ നന്ന്.